രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേളി കൊട്ടിയുയരുമ്പോൾ ഭരണ തുടർച്ച നേടുന്ന LDFിനെയും ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്ന UDFിനെയും സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടം ജീവൻ മരണ പോരാട്ടമാണ്. ഇതിൽ ഏറ്റവും നിർണായകമായ ഘട്ടം സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ്. കോൺഗ്രസ് ക്യാമ്പിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു ചർച്ചയല്ല, മറിച്ച് അധികാരം തിരിച്ചുപിടിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കലാണ്. സോഷ്യൽ മീഡിയയിലെ വ്യാജ പട്ടികകളും ഹൈക്കമാൻഡിന്റെ തന്ത്രപരമായ നീക്കങ്ങളും ചേർന്ന് കേരള രാഷ്ട്രീയം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. MPമാർ കളത്തിലിറങ്ങുമ്പോൾ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനേറ്റ തിരിച്ചടികൾ പാഠമാക്കിയാണ് ഇത്തവണ ഹൈക്കമാൻഡ് കരുക്കൾ നീക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ നീക്കം പാർലമെന്റിൽ തിളങ്ങി നിൽക്കുന്ന പ്രമുഖരായ 3 MPമാരെ നിയമസഭാ അംഗത്തിന് നിയോഗിക്കാനുള്ള തീരുമാനമാണ്. സാധാരണഗതിയിൽ ലോക്സഭാ MPമാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനോട് ദേശീയ നേതൃത്വത്തിന് താല്പര്യം ഉണ്ടാകാറില്ല. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ സുനിൽ കനകോലു നൽകിയ റിപ്പോർട്ട് ഈ രീതി മാറ്റാൻ ഹൈക്കമാൻഡിനെ പ്രേരിപ്പിച്ചു. KPCC പ്രസിഡന്റ് എന്ന നിലയിലും കണ്ണൂരിലെ കോൺഗ്രസിന്റെ കരുത്തുറ്റ മുഖം എന്ന നിലയിലും K സുധാകരന്റെ സാന്നിധ്യം നിയമസഭയിൽ അനിവാര്യമാണെന്ന് ഹൈക്കമാൻഡ് കരുതുന്നുണ്ട്. കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ സുധാകരനുള്ള സ്വീകാര്യതയും CPMന്റെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും കണക്കിലെടുത്താണ് ഈ തീരുമാനം. സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് മലബാറിലെ മറ്റു മണ്ഡലങ്ങളിലും ഗുണകരമാകുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട്. തുടർച്ചയായി കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MK രാഘവൻ പാർട്ടിക്ക് അതീതമായ ജനകീയ അടിത്തറയുള്ള നേതാവാണ്. കോഴിക്കോട് നോർത്ത് പോലെയുള്ള LDF കേന്ദ്രങ്ങളിൽ അട്ടിമറി വിജയം നേടാൻ രാഘവനെ പോലൊരു നേതാവിന് സാധിക്കുമെന്ന് സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സമുദായ സമവാക്യങ്ങളും പ്രാദേശിക വികാരങ്ങളും രാഘവന് അനുകൂലമാണെന്നത് ഹൈക്കമാൻഡിന് ആത്മവിശ്വാസം നൽകുന്നുമുണ്ട്. കോന്നി പിടിച്ചെടുക്കുക എന്നത് UDFിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. അടൂർ പ്രകാശ് എന്ന കരുത്തനായ നേതാവ് പാർലമെന്റിലേക്ക് പോയതോടെ കൈവിട്ടുപോയ കോന്നി തിരിച്ചുപിടിക്കാൻ അദ്ദേഹത്തെ തന്നെ മടക്കി കൊണ്ടുവരിക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റിൽ അസാമാന്യ പാഠവുമുള്ള അടൂർ പ്രകാശ് സഭയിലെത്തുന്നത് തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ കോൺഗ്രസിന് പുത്തൻ ഉണർവ് നൽകും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിലും തിരുവനന്തപുരത്തുമായി പുരോഗമിക്കുമ്പോൾ അണികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും KPCC ആരോപിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് 92 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേര് വിവരം അടങ്ങുന്ന 9 പേജുള്ള ലിസ്റ്റ് പുറത്തു വന്നത്. ഈ വ്യാജ പട്ടികയിലെ അവകാശവാദങ്ങൾ ചിരിക്കാൻ വക നൽകുന്നതാണെന്ന് പല കോൺഗ്രസ് നേതാക്കളും അഭിപ്രായപ്പെടുന്നുമുണ്ട്. ഉദാഹരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഷാഫി പറമ്പിൽ മത്സരിക്കുമെന്ന് പറയുന്നതിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കാനാണ് വ്യാജ വാർത്താ നിർമ്മാതാക്കൾ ശ്രമിക്കുന്നത്. പാലക്കാട് നിന്നും വടകരയിലേക്ക് പോയി വിജയിച്ച ഷാഫി കേരള രാഷ്ട്രീയത്തിലെ ജയന്റ് കില്ലർ ആണെന്ന ഇമേജ് നൽകാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത്. കൂടാതെ PV അൻവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ബേപ്പൂരിൽ മത്സരിക്കുമെന്ന വാർത്തകളും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കൗതുകമുണ്ടാക്കി. K മുരളീധരന്റെ പേര് 3 വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നൽകിയത് ഈ ലിസ്റ്റിന്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർത്തു. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം എന്നിവിടങ്ങളിൽ മുരളീധരന്റെ പേര് വന്നതോടെ തന്നെ ഇത് കെട്ടിച്ചമച്ചതാണെന്നും വ്യക്തമായി. ശശി തരൂരിന്റെ നിയമസഭയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഒരു വിഭാഗം പ്രവർത്തകർക്കുണ്ടെങ്കിലും നേമത്ത് അദ്ദേഹത്തെ തളച്ചിടാനുള്ള നീക്കം BJPയെ സഹായിക്കാനാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. മധുസൂദനൻ മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ഓരോ മണ്ഡലത്തിലെയും പ്രാദേശിക വികാരം അളന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇത്തവണ വഴിമാറുമെന്നും വിജയസാധ്യത മാത്രമാകും മാനദണ്ഡമെന്നും രാഹുൽ ഗാന്ധി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 പ്രമുഖ MPമാർ രാജിവെച്ചാൽ അത് 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിവെക്കും. ഇതിന് വലിയ സാമ്പത്തിക ചെലവും രാഷ്ട്രീയ അധ്വാനവും ആവശ്യമാണ്. മുതിർന്ന നേതാക്കൾ മടങ്ങി വരുമ്പോൾ യുവ നേതാക്കൾക്ക് അവസരം നിഷേധിക്കപ്പെടുമോ എന്ന ആശങ്ക യുവജന സംഘടനകൾക്കുമുണ്ട്. ഇത് പരിഹരിക്കാൻ ഒരു വീട്, ഒരു പോസ്റ്റ് അല്ലെങ്കിൽ പ്രായപരിധി തുടങ്ങിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ നേതൃത്വം പാടുപെടുകയാണ്. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സമുദായ സംഘടനകളുടെ നിലപാട് നിർണായകവുമാണ്. വിവിധ സാമുദായിക നേതൃത്വങ്ങളുമായി ചർച്ച നടത്തി അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സീറ്റ് വിഭജനം നടത്തുക എന്നത് കഠിനമായ ദൗത്യമാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം ശാസ്ത്രീയമായ രീതിയിലാണ് കോൺഗ്രസ് ഇത്തവണ തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും 3 ഘട്ടങ്ങളിലായി നടത്തിയ സർവേകളുടെ ഫലം സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുൻപിലുണ്ട്. സ്ഥാനാർത്ഥിയുടെ ജനപ്രീതി, എതിർ സ്ഥാനാർത്ഥിയോടുള്ള ജനങ്ങളുടെ മനോഭാവം, പ്രാദേശിക പ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ റിപ്പോർട്ടിലുമുണ്ട്. സുനിൽ കനകോലുവിന്റെ ടീം ഓരോ മണ്ഡലത്തിലും ക്യാമ്പ് ചെയ്താണ് ഈ ഡേറ്റ ശേഖരിച്ചത്. വ്യാജ പട്ടികകൾ പ്രചരിപ്പിച്ച് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് ഡൽഹിയിലെ AICC ഓഫീസിലാണ്, സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലല്ല എന്ന കർശനമായ സന്ദേശമാണ് നേതൃത്വം നൽകുന്നത്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് വെറും ഒരു മത്സരമല്ല, മറിച്ച് പാർട്ടിയുടെ നിലനിൽപ്പാണ്. പ്രമുഖ നേതാക്കളെ കളത്തിലിറക്കിയും വ്യാജ പ്രചാരണങ്ങളെ അതിജീവിച്ചും അവർക്ക് അധികാരം പിടിക്കാനാകുമോ എന്നത് വരും ദിവസങ്ങളിലെ ചർച്ചയാകും.
സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പുറത്തു വരുന്നതോടെ കേരള രാഷ്ട്രീയത്തിലെ യഥാർത്ഥ ചിത്രം തെളിയും. BJPയുടെ വളർച്ചയും LDFന്റെ ഭരണ തുടർച്ചാ മോഹങ്ങളും കോൺഗ്രസിനെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.